അയ്യോ പോറ്റി അദ്ദേഹമല്ലേ ഇവളെന്റെ പോക്കറ്റ് അടിച്ചു പിടിച്ചിട്ടുണ്ട് കൊടുത്താട്ടെ. സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് തല്ലാൻ പാടില്ല. മാറ്റി വെച്ചതല്ലേ അത് താൻ തന്നെ വലിയ എന്നാ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ എന്നെ ഒന്ന് സഹായിക്കും. ഞാൻ മതിയാവാനോ? എന്നാ പിടി പിടിച്ചേ. അപ്പോ കൊള്ളാവുന്ന അല്ലാതെ വേണ്ടിയില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചാൽ അതിന്റെ കെട്ടിപ്പിടി അല്ലേ ഏമാനെ, ഇത് പോക്കറ്റടിയാണ്. വിട്ടാൽ അവൾ ഓടും. പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വാദിക്ക് വിടിയാണോ? എടാ പോക്കറ്റ് ഇല്ലാത്ത നിന്നെ എങ്ങനെയാടാ ഇവള് പോക്കറ്റ് അടിച്ചത്? എന്റെ മൂത്ത മോൾ അങ്ങ് ഗൾഫിൽ നിന്ന് അയച്ചു തന്ന കുട്ടിനിക്കറിന്റെ പാക്കറ്റിലാ ഞാൻ പണം ഇട്ടിരുന്നേ. മുണ്ട് താഴ്ത്തിയിടാൻ പറയടോ. താഴ്ത്തിയിടാൻ പറ. താഴ്ത്തി കിട്ടോ? സാറാമേ സാറാം എന്തിനാ സാർ ഇവിടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇടോ സ്ത്രീകളെ പുരുഷന്മാർ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നല്ലേ പുതിയ ഉത്തരവ്? സാറാമേ വിളി. സാറാമേ വിളി. അല്ല സാറാമേ സാറാമേ സാറേ ഒട്ടി നോക്കുന്നത് ഇവിടെ തല്ലി ഓടിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ സാറേ സാറേ സാറ് ഇവിടെ അടിക്കല്ലേ, ഇവള് കയറി മന്ത്രിയായി പോവും. ആ നേരാ, ഞാനതങ്ങ് മറന്നുപോയി. എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ അടി മേടിച്ചിട്ടുള്ള എല്ലാവരും മന്ത്രിമാരായിട്ടുണ്ട്, അറിയാമോ? ഏതായാലും ഇനി കുറച്ചു നാളത്തേക്ക് ഇദ്ദേഹം കയറി ആരെ അടിക്കടിക്കും ചെയ്യരുത്. ശരിയാ, വല്ല അലവരാദികളും കയറി മന്ത്രിയാവും. സാറാമേ ഇവിടെ അകത്ത് കൊണ്ടുപോയി ദേഹപരിശോധന നടത്തി തൊണ്ടി സാധനങ്ങളെല്ലാം എടുത്തുള്ളൂ. എനിക്കൊന്ന് അങ്ങോട്ട് പോകാമോ? എന്റെ രൂപ കിട്ടാതെ ഞാൻ എങ്ങനാ പോകുന്നേ? ഏത് രൂപ? ഇടോ മാസ്റ്റർ എഴുതി കേസ് ചാർജ് ചെയ്ത് കോടതിയിലേക്ക് അയക്കും. എന്റെ കർത്താവേ, ഞാൻ ഇനി കോടതിയിലും കയറണം. കോടതിയിലേക്ക് പോകണ്ട, കോടതി തന്നെ വീട്ടിലേക്ക് വരും. അല്ലേ ഉപകാരം. അത് കുറെ കാലം കഴിയും. എന്നത്തേക്ക് കിട്ടുവോ? ഒരു 6, 8, 9, 10, 11, 12 കൊല്ലാവും. എവിടെ 8, 9, 10, 12 കൊല്ലം? താൻ എണ്ണം പഠിക്കുകയാണോ? എടോ മിക്കവാറും താൻ ചത്ത് തന്റെ 16 അടി തലത്തിൽ കിട്ടും. ചതിച്ചോ കർത്താവേ?